ന്യൂസ് നൈറ്റിൽ ഇനി നമ്മൾ പോകുന്നത് പൂരത്തലേന്നത്തെ രാത്രി കാഴ്ചകളിലേക്കാണ്. പൂരം ദിവസത്തിൽ എങ്ങനെയാണോ രാത്രിയിൽ ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്തുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മിഴിവ്, അതുപോലെ തന്നെ പൂരനഗരി ആകെ നിറഞ്ഞിരിക്കുകയാണ്. എനിക്കൊപ്പം നമ്മുടെ വാർത്താ സംഘം മുഴുവനുണ്ട്. ജെയ്സൺ ചാവളപ്പിലാണ് നമ്മുടെ സംഘത്തെ നയിക്കുന്ന പൂരത്തിന്റെ നായകൻ. തൊട്ടു പിന്നാലെ തിടമ്പേറ്റാനായി എറണാകുളം ശിവകാരനെ പോലെ നമ്മുടെ ദീപക് മലയമ്മയുണ്ട്. ഇതോടൊപ്പം തന്നെ ഇലഞ്ഞിത്ര മേളത്തിന് എങ്ങനെയാണോ പ്രമാണി വരുന്നത് അതുപോലെ അലി അക്ബർ ഷായുണ്ട്. വി എസ് രഞ്ജിത്തും അർജുൻ കല്യാണും പൂരനഗരി ചുറ്റി കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ജെയ്സ, നമ്മള് വൈകുന്നേരം ഒന്ന് ഇവിടെ പൂരനഗരി ഒന്ന് ഇളക്കി. ഇപ്പൊ നോക്കൂ, നമ്മുടെ ക്യാമറയിൽ കാണാമെന്ന് തോന്നുന്നു അല്ലെ? പൂരനഗരിയിലെ ഏകദേശം ആളുകൾ മുഴുവൻ ഇവിടെയുണ്ട്. തീർച്ചയായും ഇന്ന് ഞാൻ ആലോചിക്കായിരുന്നേ, സൂര്യൻ ഇന്ന് കൺതുറന്ന ശേഷം മണിക്കൂറുകൾ കടന്നുപോയി നമ്മൾ അറിഞ്ഞില്ലേ? സത്യത്തില് ഇന്ന് പൂരനഗരിയെ നമ്മൾ ഇളക്കി മറിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഒരു ഭൂമിയെ ഇളക്കി മറിച്ച് അതിൽ നിന്ന് ഏറ്റവും നല്ല ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്ന രീതിയിൽ അത്രയും എഫർട്ടോടുകൂടി അതിഗംഭീരമായ പൂരത്തിന്റെ എല്ലാ കാഴ്ചകളും പ്രേക്ഷകർക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നാളെ നാം പൂരത്തിലേക്ക് കടക്കുന്നത്. അപ്പൊ പൂരങ്ങളുടെ പൂരം എന്ന് പറയുന്നത് നാളെയാണ്, തൃശ്ശൂർ പൂരം. രാവിലെ മുതൽ നമ്മൾ ആ കാഴ്ചകളിലേക്ക് പോകാൻ പോവാണ്. പക്ഷെ പൂരത്തലേന്ന് രാത്രിയിലെ ഈ വൈബ് കണ്ടില്ലേ? ആരും പോകുന്നില്ല, ആരും ഉറങ്ങുന്നില്ല. അല്ല, ആർക്കും പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ തൃശ്ശൂരുകാര് ഒന്ന് പകൽപൂരത്തിനാണ് സജീവമായിട്ട് ഉണ്ടാവാറുള്ളത്. മറ്റൊന്ന് ഈ പൂരത്തിന്റെ തൊട്ട് തലേ ദിവസവും ഇതേപോലെ സജീവതയുണ്ടാവും. കാരണം ഇവരുടെ ആളുകൾക്കൊക്കെ വന്ന് ലൈറ്റ് കാണാൻ പറ്റുന്ന സാഹചര്യം, ഇത്ര കണ്ട് മനുഷ്യരൊക്കെ ഒന്നിച്ച് കൂടാൻ പറ്റുന്ന സാഹചര്യമൊക്കെ രൂപപ്പെടുന്നത് ഈ ദിനങ്ങളിലാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഇങ്ങനെ ഒന്നിച്ച് കൈപിടിച്ച് പോകുന്നത് നമ്മൾ കണ്ടു. അതെ, അപ്പോൾ അവർക്ക് ഏറ്റവും സുന്ദരമായിട്ട് സമയം ചെലവഴിക്കാൻ പറ്റുന്ന ഒരു ഇടവും കൂടിയാണല്ലോ തേക്കിൻകാട് പൊങ്കാനി എന്ന് പറയുന്നത്. അപ്പോൾ അവരത് ആഘോഷമാക്കുന്നുണ്ട്, നമ്മൾ അതിൻ്റെ കൂടെ ആഘോഷിക്കുന്നുണ്ട്. അതെ അലി, ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വേണം അല്ലേ? ഉറപ്പായും സുജയ, നമ്മളിപ്പോൾ ജെയ്സൺ ചാമളപ്പിൽ പറഞ്ഞതുപോലെ ഈ പൂരനഗരിയിൽ ഈ നിമിഷം നിൽക്കുമ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഈ നിമിഷം വരെയുള്ള ഏറ്റവും ഗംഭീരമായ ദൃശ്യങ്ങൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസമാണ്. അത് സാമ്പിൾ വെടിക്കെട്ട് മുതൽ സാമ്പിൾ എന്ന് പറയാൻ കഴിയില്ല അല്ലേ? അയ്യോ, സാമ്പിൾ എന്ന് വിളിക്കാൻ കഴിയില്ല. അതിഗംഭീരമായ ഒരു വെടിക്കെട്ട് നമ്മൾ അതിന്റെ ഏറ്റവും ദൃശ്യഭംഗിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ഇന്നിപ്പോൾ വിളംബരം അതിന്റെ ഏറ്റവും ദൃശ്യഭംഗിയിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ആ ആത്മവിശ്വാസത്തിലാണ് ഈ നിമിഷം നമ്മളിവിടെ ഈ പൂരനഗരിയിൽ നിൽക്കുന്നത്. നാളത്തെ ദിവസം നമ്മൾ പറയേണ്ട ഏറ്റവും ഗംഭീരമായി നമ്മൾ സജ്ജമാണ്. ഏറ്റവും ഗംഭീരമായി പ്രവാസികളിലേക്ക് ഉൾപ്പെടെ കേരളത്തിൽ ഇപ്പോൾ വരാൻ കഴിയാത്ത പൂരം കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് 18 ലക്ഷത്തോളം പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് മന്ത്രി തന്നെ പറഞ്ഞത്. അപ്പോൾ അവരിലേക്ക് ഉൾപ്പെടെ നമ്മൾ ഈ പൂരത്തിന്റെ ഏറ്റവും ഗംഭീര ദൃശ്യങ്ങൾ എത്തിക്കും എന്നതാണ് ഈ നിമിഷം ഇവിടെ നിൽക്കുമ്പോൾ. പൂരം കാണാൻ ഇവിടെ എത്തിയില്ലെങ്കിലും കണ്ടതുപോലെയുള്ള ഒരു അനുഭവം നമ്മൾ കൊടുക്കും അല്ലേ ജയ്സ? തീർച്ചയായും. ഇപ്പം നമുക്ക് ഈ നഗരത്തിന്റെ ചുറ്റുവട്ടത്തിലൂടെ കറങ്ങിയാൽ ആളുകളെ കൂട്ടമായി ഇങ്ങനെ ഒരു അലയോലി പോലെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അവരിടയ്ക്ക് നിൽക്കും, ഒരു കാഴ്ചകൾ കാണും, ഒരു ചായ കഴിക്കും, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കഴിക്കും. ഇങ്ങനെ ഈ കൈനോട്ടക്കാർ, നിറയെ കൈനോട്ടക്കാരുണ്ട്. വേണമെങ്കിൽ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. രാജയോഗം തുടങ്ങിയോ? എന്നെ പറ്റി എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് എന്നെ പോലെ തങ്കപ്പെട്ട ഒരു മനുഷ്യൻ സദ്യ കിട്ടുമെന്ന് വെച്ചാൽ സംശയമായിരിക്കും. ഒറ്റ രേഖയുള്ളൂ എന്ന് പറഞ്ഞു. അല്ല, അത്തരത്തിൽ പക്ഷെ എന്നെ കൊണ്ടൊരു ലോട്ടറി ഒക്കെ എടുപ്പിച്ചു ദീപക്. ഞങ്ങൾ രണ്ടുപേരും കൈ നോക്കി, വളരെ ഗംഭീരമായ അഭിപ്രായമാണ് ഞങ്ങൾ രണ്ടുപേരും കേട്ടത്. ഞാൻ നോക്കിയില്ല, ഇനി അഭിപ്രായം മോശമാണെങ്കിലോ? അതേ അഭിപ്രായം കേൾക്കും, ഒറ്റ അഭിപ്രായമുള്ളൂ ആരെ കണ്ടാലും. അല്ല, അത്തരത്തിൽ നമ്മൾ ഈ സാധാരണ ജീവിതത്തിൽ കാണാത്ത ഒരു തരം അപൂർവമായ ഒരുപാട് കാഴ്ചകൾ, അനുഭവങ്ങൾ നൽകുന്നതാണ് തൃശ്ശൂർ ഈ പൂരം. നോക്കൂ, നമ്മുടെ പിന്നിലോട്ട് നോക്കിയേ, എത്ര പേര്, അതായത് പെൺകുട്ടികളടക്കം. എങ്ങനെയുണ്ട് പൂരം? എങ്ങനെയുണ്ട്? ആദ്യമായിട്ടാണോ പൂരത്തിന് വരുന്നത്? എവിടുന്നാ? മലപ്പുറത്തുനിന്ന് പൂരം കൂടാൻ വന്നാണ്. ഞങ്ങൾ തൃശ്ശൂർ തന്നെയാ. നിങ്ങളോ? ഞങ്ങള് എഞ്ചിനീയറിംഗ് കോളേജിലെ പിള്ളേരാ. അപ്പൊ നാളെ എല്ലാം ഫുൾ ഉണ്ടാവും. പൂരത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള എന്താ? കുടമാറ്റം. പൂരത്തിൽ എല്ലാം ഇഷ്ടമാണ്. എന്താണ് പൂരത്തിൽ ഏറ്റവും അട്രാക്ഷൻ ആയിട്ടുള്ളത്? കുടമാറ്റം തന്നെയാണ്. കുടമാറ്റാണ്. വെടിക്കെട്ടാണല്ലോ മെയിൻ. നമുക്ക് വെടിക്കെട്ട്, കുടമാറ്റം. സാമ്പിൾ എന്നാ ഉഗ്രനായിരുന്നു. സാമ്പിൾ അടിപൊളി. അപ്പൊ പിന്നെ ശരിക്കുള്ള വെടിക്കെട്ട് എന്താവും? അതാണ് അടുത്ത പ്രതീക്ഷിച്ചിരിക്കണം എല്ലാവരും. ഇവിടെ നമ്മുടെ കുറെ കുഞ്ഞു കൂട്ടുകാരുണ്ട്. ദീപക്കെ, അവരോടൊക്കെ ഒന്ന് ചോദിക്കാം. കുഞ്ഞു പിള്ളേർ കുറെ ഉണ്ട്, ദീപക്കിന്റെ ഫ്രണ്ട്സ്. അതെ, എങ്ങനെയുണ്ട് പൂരം? കണ്ട് പൊരിയാണ്. അപ്പൊ നമുക്ക് എല്ലാവരും കൂടെ ആർപ്പ് വിളിച്ചാലോ? റെഡിയാണോ? അപ്പൊ റിപ്പോർട്ടറിന്റെ പൂരത്തിലേക്ക് ദീപക്കെ നമുക്കൊന്ന് ഒരു ആർപ്പ് വിളിക്കാം. ആർപ്പ്!